ഈ ലോകത്തിൻ്റെ ചരിത്രത്തെ നിർണായകമായി സ്വാധീനിച്ച 4 യഹൂദ പ്രതിഭകളെക്കുറിച്ച് ഗുരു നിത്യചൈതന്യയതി ഒരിക്കൽ ഒരു പരാമർശം നടത്തി. ലോകത്തെ സ്വാധീനിച്ച 4 യഹൂദ പ്രതിഭകൾ. 1, മനഃശാസ്ത്ര വിപ്ലവം ഈ ലോകത്തിന് സമ്മാനിച്ച സിഗ്മണ്ട് ഫ്രോയിഡ്. 2, സാമൂഹിക സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ ശ്രദ്ധേയമായ വിപ്ലവകരമായ സംഭാവനകൾ ഈ ലോകത്തിന് നൽകിയ കാൾ മാർക്സ്. 3, ശാസ്ത്ര മുന്നേറ്റ രംഗത്ത് പുതിയ വിപ്ലവം സൃഷ്ടിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ. 4, സ്നേഹത്തിൻ്റെ വിപ്ലവം മാളിക മുറിയിൽ തിരിതെളിയിച്ച ജീസസ് ക്രൈസ്റ്റ്. ഈ 4 യഹൂദന്മാരും ലോകത്തിന് വിപ്ലവകരമായ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി. എങ്കിലും ഇതിനകത്തെ പല തത്വങ്ങളും പല തത്വസംഹിതകളും ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളുമൊക്കെ കാലഹരണപ്പെട്ടു. പല കാര്യങ്ങളും പഴഞ്ചനായി മാറി. എന്നാൽ മാളിക മുറിയിൽ മനുഷ്യ മനസ്സുകളിൽ തിരിതെളിയിച്ച സ്നേഹത്തിൻ്റെ വിപ്ലവം 20 നൂറ്റാണ്ടുകൾക്കിപ്പുറവും കാലത്തിന് മായ്ക്കാൻ കഴിയാതെ, കാലത്തിന് അതീതമായി മാറ്റുകുറയാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഇസ്രായേൽ മക്കൾക്ക് പെസഹ എന്നത് ചരിത്രപരമായി അതീവ പ്രാധാന്യവും ഗൗരവവും ഉള്ള ഒന്നാണ്. മിസ്രൈമിൽ നിന്നുള്ള അർദ്ധരാത്രിയിലെ സ്വാതന്ത്ര്യത്തിൻ്റെ ഓർമ്മയായിരുന്നു പെസഹ. സംഹാരദൂതൻ ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങളെ വിട്ട് മാറിപ്പോയതിൻ്റെ ഓർമ്മയായിരുന്നു പെസഹ. ഇസ്രായേൽ മക്കളുടെ കുടുംബങ്ങളിലെ ആദ്യജാതന്മാർ മരണപാശത്തിൽ നിന്ന് വിടുതൽ നേടി രക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മയായിരുന്നു പെസഹ. കട്ടിളക്കാൽ 2 കുറുമ്പടിമേലുമുള്ള കുഞ്ഞാടിൻ്റെ രക്തം അടയാളമായി മുദ്രയായി മാറിയതിൻ്റെ പേരാണ് പെസഹ. യഹൂദന്മാരുടെ ഹഗദ എന്ന വളരെ അടിസ്ഥാനപരമായ ഒരു പുസ്തകത്തിൽ സുവ്യക്തമായ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. ആ ഓർമ്മപ്പെടുത്തൽ ഇങ്ങനെയാണ്: ഓരോ യഹൂദനും അവൻ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്നവനാണെന്ന് വിശ്വസിക്കണം. വേരുകൾ ഭൂതകാലം മറക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ഭൂതകാലം മറന്നുപോയാൽ അത് വളരെ കൃത്യവിലോപമാണ്. എല്ലാ സംസ്കാരങ്ങളിലും ആഘോഷങ്ങളും ഉത്സവങ്ങളും ഉപവാസങ്ങളുമൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി യേശു തുടക്കം കുറിച്ച പെസഹ, യേശു ഈ ചരിത്ര പ്രാധാന്യമുള്ള പെസഹ വിരുന്നിൽ സംബന്ധിക്കുകയാണ്. ഒപ്പം യേശു ഈ പെസഹ വിരുന്നിനെ മരണത്തിന് മുന്നോടിയായി തൻ്റെ ചങ്ങാതിമാർക്ക് കൊടുക്കുന്ന അന്ത്യ അത്താഴ വിരുന്നാക്കി മാറ്റി. അങ്ങനെ നാളെ മരിക്കുമെന്ന് ഉറപ്പുള്ള ഒരാൾ തലേ ദിവസം തൻ്റെ ശരീരവും രക്തവും പകുത്തു നൽകുകയാണ്. നാളെ മരിക്കുമെന്ന് ഉറപ്പുള്ള ഒരാൾ തലേ ദിവസം തൻ്റെ ശരീരവും രക്തവും പകുത്തു നൽകിയതിൻ്റെ പേരാണ് പെസഹ. അതെ, ഈ പെസഹ, പകുത്തു നൽകലിൻ്റെ ഈ പെസഹയിൽ യേശുക്രിസ്തു തൻ്റെ പദ്ധതികളും സ്നേഹദർശനങ്ങളും തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആശങ്കകളുമെല്ലാം ഈ പെസഹ വിരുന്നിൽ പങ്കിടുകയാണ്. ഈ പെസഹ വിരുന്നിൽ നമ്മൾ സൂക്ഷ്മതയോടുകൂടി വായിച്ചാൽ ഈ പെസഹ വിരുന്നിൽ പല ശ്രദ്ധേയമായ പരിവർത്തനങ്ങളും പല മാറ്റങ്ങളും സംഭവിക്കുകയാണ്. അവയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട 3 മാറ്റങ്ങൾ, 3 പരിവർത്തനങ്ങൾ, 3 പരിവർത്തന പാഠങ്ങൾ പങ്കിടട്ടെ. 1, ഈ പെസഹ വിരുന്നിൽ യേശു ചില പതിവ് ശീലങ്ങളെ പരിവർത്തനം ചെയ്യുകയാണ്. പെസഹ പതിവുകളിലെ പരിവർത്തനം, ട്രാൻസ്ഫോമിങ് പാറ്റേൺസ് ഓഫ് ലൈഫ്. നടന്നുകൊണ്ടിരുന്ന വ്യവസ്ഥിതികൾക്കും നടന്നുകൊണ്ടിരുന്ന ശീലങ്ങൾക്കും അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങൾക്കും വ്യവസ്ഥകൾക്കും യേശു ഒരു പരിവർത്തനം നൽകുകയാണ്. ചില പതിവുകളെ പരിവർത്തനം ചെയ്യുകയാണ്. പതിവുകളെ പരിവർത്തനം ചെയ്യുക എന്നത് യേശു ക്രിസ്തുവിൻ്റെ ശൈലിയും ശീലവുമാണ്. ഈ പെസഹ വിരുന്ന് ശ്രദ്ധയോടെ നമ്മൾ നിരീക്ഷിച്ചാൽ വളരെ പ്രധാനപ്പെട്ടൊരു പതിവ് യേശു പരിവർത്തനം ചെയ്യുകയാണ്, മാറ്റം വരുത്തുകയാണ്. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 4-ാമത്തെ വാക്യം: യേശു അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു. യേശു അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു. അത്താഴം നടക്കുന്നതിനിടയിൽ ആരും ഇടയ്ക്ക് വെച്ച് എഴുന്നേൽക്കാറില്ല. അതായിരുന്നു പതിവ്. പ്രത്യേകിച്ച് കുടുംബനാഥൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റാൽ അത് ഭക്ഷണം തീർന്നു എന്നതിൻ്റെ സൂചനയാകാം. അതൊരു വലിയ അപമാനമായി മാറാം. എന്നാൽ പെസഹായിൽ പാരമ്പര്യമായി നിലനിന്നിരുന്ന ഈ പതിവിനെ ഇവിടെ ക്രിസ്തു ലംഘിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് പെസഹ വിരുന്ന് അത്താഴത്തിനിടയിൽ അതിനിടയിൽ നിന്ന് കർത്താവ് എഴുന്നേറ്റത്?
താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദം കഴുകുവാൻ അത്താഴത്തിനിടയിൽ നിന്ന് കർത്താവ് എഴുന്നേറ്റു. ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യാൻ. സാധാരണ ഒരമ്മയോ ഒരു സ്ത്രീയോ ഒരു അടിമയോ ചെയ്യുന്ന ശുശ്രൂഷയാണ് ഈ കാൽ കഴുകി തുടച്ചെടുക്കുക എന്നത്. ഒരമ്മ തൻ്റെ കുഞ്ഞിന് വേണ്ടിയല്ലാതെ ഇത്തരം ശുശ്രൂഷകൾ മറ്റാർക്ക് വേണ്ടിയും ചെയ്യാറില്ല. ഒരടിമ തൻ്റെ യജമാനന് വേണ്ടി മാത്രം ചെയ്യുന്ന സേവനമാണ് ഈ കാൽ കഴുകുന്ന ശുശ്രൂഷ. അപേക്ഷിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യാതെ തികച്ചും സന്തോഷത്തോടെ സ്വമനസാലെ ഒരമ്മ തൻ്റെ കുഞ്ഞിൻ്റെ ശരീരം കാൽ കഴുകി തുവർത്തി നൽകാറുണ്ട്. ഒരമ്മയുടെ അതേ മനസ്സോടെ യേശു പാരമ്പര്യവും പതിവുകളുമൊക്കെ ലംഘിച്ച് പെസഹ വിരുന്നിൽ നിന്ന് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുടച്ചു. തന്നെത്താൻ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്ന ദൈവത്തിൻ്റെ നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ ആൾ രൂപമായി, മനുഷ്യരൂപമായി പെസഹായിൽ ക്രിസ്തു മാറുന്നുണ്ട്. ആടുകൾക്കായി ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ ഇഷ്ടമുള്ള ഇടയനായി ക്രിസ്തു ഈ പെസഹ വിരുന്നിലും ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുകയാണ്. നമ്മുടെ ചില പതിവുകൾക്ക് പരിവർത്തനം അനിവാര്യമാണ്. ട്രാൻസ്ഫോമിങ് പാറ്റേൺസ് ഓഫ് ലൈഫ്. ഈ ഇടയ്ക്ക് തികച്ചും സന്തോഷമുള്ള ഒരു വിധി, സുപ്രീം കോടതിയുടെ ഒരു വിധി പ്രസ്താവം, ഒരു നിരീക്ഷണം. കുറച്ച് ദിവസമേ ആയുള്ളൂ. നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ നടത്തി. അതിങ്ങനെയാണ്: ഭാര്യ എന്നാൽ വീട്ടുജോലിക്കാരിയല്ല, ഭാര്യ എന്നാൽ വീട്ടുജോലിക്കാരിയല്ല, ജീവിത പങ്കാളിയാണ്. വീട്ടുജോലികൾ സ്ത്രീകളുടെ മാത്രം ബാധ്യതയല്ല, പുരുഷനും തുല്യ പങ്കാളിത്തമുണ്ട്. നാം നിത്യജീവിതത്തിൽ ശീലിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യവസ്ഥകൾ, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ചില ശീലങ്ങൾക്കൊരു പരിവർത്തനം ആവശ്യമാണ്. യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകി തുടച്ച് ശുശ്രൂഷയുടെ ഒരു മഹാമനോഭാവം നമുക്ക് വെളിപ്പെടുത്തി നൽകുകയാണ്. മാറുന്ന കാലത്തിനൊപ്പം നമ്മുടെ കാഴ്ചപ്പാടുകൾക്കും ഒരു മാറ്റം അനിവാര്യമാണ്. പെസഹ പതിവുകളിലെ പരിവർത്തനമാണ്. ട്രാൻസ്ഫോമിങ് പാറ്റേൺസ് ഓഫ് ലൈഫ്. 2, പെസഹായിൽ ക്രിസ്തു ചില പദവികളെ പരിവർത്തനം ചെയ്യുകയാണ്. പെസഹ പദവികളിലെ പരിവർത്തനം, ട്രാൻസ്ഫോമിങ് പൊസിഷൻസ് ഓഫ് ലൈഫ്. ആരാണ് വലിയവൻ, ആരാണ് വലിയവൻ എന്നൊരു ആശയക്കുഴപ്പവും തർക്കവും സംവാദവുമെല്ലാം ഈ പെസഹയുടെ പരിസരത്തും മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. മറ്റൊരിക്കൽ ക്രിസ്തുവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കാനുള്ള വരം ചോദിച്ചതും ഇതേ ശിഷ്യഗണത്തിൽപ്പെട്ടവർ തന്നെയാണ്. അധികാരഭ്രമങ്ങളും സ്ഥാനമാനങ്ങളും പദവിക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലുകളും പിണക്കങ്ങളും കലഹങ്ങളും ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ചരിത്ര സത്യം. യേശുവിൻ്റെ കൂടെ നടന്ന ആളുകൾ പോലും അവരുടെ പദവികൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ, സ്ഥാനത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള കലഹങ്ങളിൽ ക്രിസ്തുവിൻ്റെ കൂടെ ഉള്ളവർ പോലും ഏർപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഈ കാലത്ത് ഇങ്ങനെയുള്ള കലഹങ്ങൾ നടക്കുന്നതിൽ അതിശയോക്തിയില്ല. ഈ പശ്ചാത്തലത്തിലാണ് ക്രിസ്തു ശിഷ്യരുടെ പാദങ്ങൾ കഴുകി എന്താണ് തൻ്റെ പദവി, ആരാണ് ക്രിസ്തു, എന്താണ് യേശുവിൻ്റെ സ്ഥാനം എന്ന് വെളിപ്പെടുത്തി നൽകുകയാണ്. പാദം കഴുകി തൻ്റെ സ്ഥാനത്തെ, പദവിയെ വിശദീകരിക്കുകയാണ് ക്രിസ്തു. ശരിയായ രാജ്യത്വം എന്നത് ശുശ്രൂഷയുടെ, സേവനത്തിൻ്റെ വിനീത മാതൃകയാണെന്ന് ക്രിസ്തു ഈ പെസഹായിലും ഘോഷിക്കുന്നുണ്ട്. യേശു പകരുന്ന പാഠം ഇതാണ്. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 26-ാമത്തെ വാക്യം, മത്തായി സുവിശേഷം 23-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഇവിടങ്ങളിൽ കാണാം: വലിയവൻ ഇളയവനെ പോലെയും മഹാൻ നായകൻ ശുശ്രൂഷക്കാരനെ പോലെയും ഒന്നാമൻ ദാസനെ പോലെയും മാറണമെന്നാണ്. അങ്ങനെ മറ്റേതൊരു പഠന പദ്ധതിയെക്കാളും പദവിയെക്കുറിച്ച് വളരെ ശക്തമായൊരു പാദം കഴുകുകയിലൂടെ ക്രിസ്തു ലോകത്തിന് സമ്മാനിക്കുകയാണ്. പെസഹായിൽ പ്രാവർത്തികമായ ഈ പദവിയുടെ പാഠം ആദിമസഭയെയും വളരെ ആഴത്തിൽ സ്വാധീനിക്കുകയും സ്പർശിക്കുകയും ചെയ്തു. യേശു പെസഹായിൽ പുലർത്തിയ പാദം കഴുകലിൻ്റെ പാഠം ആദിമസഭയെയും സ്വാധീനിച്ചു. അതുകൊണ്ടാണ് പിൽക്കാലത്ത് പത്രോസും മറ്റ് അപ്പോസ്തലന്മാരും പലയിടങ്ങളിൽ അപമാനിക്കപ്പെട്ടപ്പോഴും, അടികൊണ്ടിട്ടും, കള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടും ദൈവനാമത്തിൽ അവർ സന്തോഷിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 41-ാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലനും ഈ പദവിയെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വചനം പൗലോസ് പറയുകയാണ്: ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല,
ഞാൻ ക്രിസ്തയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. പൗലോസ് പറയുകയാണ്, ഞാൻ തികഞ്ഞവനല്ല, ഞാനെല്ലാം തികഞ്ഞവനായി എന്ന് നിരൂപിക്കുന്നില്ല. എനിക്കും എൻ്റെ ലക്ഷ്യത്തിൽ ചെന്ന് ചേരാനാകുമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. പെസഹായുടെ മഹത്വം ഉയരുന്നത് നാം വലുതെന്ന് കരുതി വലിപ്പം ഭാവിക്കുന്നവ രൂപാന്തരപ്പെടുമ്പോഴാണ്, പരിവർത്തനം ചെയ്യപ്പെടുമ്പോഴാണ്. കൂടെയുള്ളവരെ, പരിസരങ്ങളിൽ ഉള്ളവരെ, ചുറ്റുമുള്ളവരെ ശ്രേഷ്ഠൻ എന്ന് അംഗീകരിക്കുന്നതാണ് ക്രിസ്തു പങ്കിട്ട പെസഹായുടെ പൊരുൾ. ചില വർഷങ്ങൾക്ക് മുൻപ് മനോരമ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ രസകരമായ എന്നാൽ ചിന്തനീയമായ ഒരു നിരീക്ഷണം ചേർത്തു. ആ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ കൈവിരലുകൾ തമ്മിൽ കലഹമായി, കൈവിരലുകൾ തമ്മിൽ ഒരു അടി. ചെറുവിരൽ പറഞ്ഞു, കൈകൂപ്പുമ്പോൾ ഞാനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, അതുകൊണ്ട് ഞാനാണ് കേമൻ. മോതിരവിരൽ പറഞ്ഞു, ഞാനില്ലെങ്കിൽ വിവാഹം പോലെ നടക്കില്ല, അതുകൊണ്ട് മിടുക്കൻ ഞാനാണ്. നടുവിരലും വിട്ടുകൊടുത്തില്ല. നടുവിരൽ പറയുന്നുണ്ട്, ഏറ്റവും പൊക്കമുള്ള ഞാനിവിടെ ഉള്ളപ്പോൾ മറ്റാരുണ്ട് എന്നെക്കാൾ ശ്രേഷ്ഠൻ. അങ്ങനെ ചൂണ്ടുവിരൽ പറഞ്ഞു, ഞാനില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ മറ്റൊരാളെ വിമർശിക്കും? എല്ലാം കേട്ട തള്ളവിരൽ ഇങ്ങനെ മറുപടി പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, നിങ്ങളില്ലെങ്കിൽ ഞാനിങ്ങനെ വലിപ്പം കാണിച്ച് നിൽക്കുന്നതിലും അർത്ഥമില്ല. വലിപ്പം ഭാവിക്കാതെ ചെറുതാകാൻ, താഴ്മതിരിക്കാൻ, പാദങ്ങൾ കഴുകാനുള്ള സന്നദ്ധത പുലർത്തുന്നവർ മാത്രമേ ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്നുള്ളൂ എന്നതാണ് പെസഹായുടെ പാഠം. അല്ലാത്തവരെല്ലാം സ്വന്തം ഈഗോയിൽ തട്ടി വീഴും എന്ന് പറഞ്ഞാണ് മനോരമ പത്രത്തിലെ ആ കുറിപ്പ് അവസാനിക്കുന്നത്. സ്വയം പ്രശംസിക്കുന്നവരെ, സ്വയം വമ്പ് പറയുന്നവരെ, പുതിയ ഭാഷയിൽ പറഞ്ഞാൽ സ്വയം തള്ളുന്നവരെ, സ്വയം വലിപ്പം ഭാവിക്കുന്നവരെ കേൾക്കാൻ ആർക്കാണിഷ്ടം? ആർക്കാണ് അങ്ങനെയുള്ള സ്വയം തള്ളലുകൾ കേൾക്കാൻ താല്പര്യം? ചില സുവിശേഷ പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലും പല ചാനലുകളിലും വരുന്ന സുവിശേഷ പ്രസംഗങ്ങളിൽ മിക്കവാറും പ്രസംഗങ്ങളുടെ ആദ്യത്തെ പകുതി അവർ ചെയ്ത അത്ഭുതങ്ങളുടെ വിവരണങ്ങളാണ് പറയുക. ഞാൻ അവിടെ എവിടെയായി ചെയ്ത അത്ഭുതങ്ങൾ ഇതാ കേട്ടു നോക്കൂ, ഞാൻ ചെയ്ത അത്ഭുതത്തിൻ്റെ ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞാണ് വചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. പെസഹ ക്രിസ്തു സ്വന്തം ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നതിലൂടെ പദവിയെ, സ്ഥാനത്തെ പരിവർത്തനം ചെയ്യുകയാണ്. ട്രാൻസ്ഫോമിങ് പൊസിഷൻസ് ഓഫ് ലൈഫ്. 3, പെസഹായിൽ യേശുക്രിസ്തു നൽകിയ പങ്കിടലിൻ്റെ ഒരു പാഠമുണ്ട്. മറ്റുള്ളവർ പങ്കിടുന്നത് പോലെയല്ല യേശുവിൻ്റെ പങ്കിടൽ എന്ന പ്രവൃത്തി പരിവർത്തനം ചെയ്യുകയാണ്. പെസഹ പങ്കിടലിലെ പരിവർത്തനം, ട്രാൻസ്ഫോമിങ് പ്രൊവിഷൻസ് ഓഫ് ലൈഫ്. പെസഹ വിരുന്നുശാല പല പ്രത്യേകതകളുള്ള ഒരു വേദിയായിരുന്നു. പെസഹ വിരുന്നിലെ പ്രധാന സവിശേഷത, അവിടെ കൂടിയ ആളുകൾ വിവിധ മനോഭാവങ്ങളുള്ളവർ, വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നവർ, വിവിധ ആശയങ്ങളുള്ളവർ, ഇവർക്കെല്ലാവർക്കും ഈ പെസഹ വിരുന്നിൽ ഇടം കിട്ടി എന്നതാണ് പെസഹായുടെ സുവിശേഷം. പെസഹ വിരുന്നിൽ നിന്ന്, ശിഷ്യഗണത്തിൽ നിന്ന് ആരെയും ഒഴിവാക്കുന്നില്ല. ഇതാണ് സദ്വാർത്ത. ഈ പെസഹ വിരുന്നിൽ തള്ളിപ്പറഞ്ഞ പത്രോസുണ്ട്, ചുങ്കക്കാരൻ മത്തായിയുണ്ട്, സംശയാലു തോമാസുണ്ട്, തീവ്രവാദി യാക്കോബുണ്ട്, എരിവുകാരൻ ശീമോനുണ്ട്, ചുംബനം കൊണ്ട് വഞ്ചിച്ച യൂദ പോലുമുണ്ട്. മത്തായി സുവിശേഷം 22-ാം അധ്യായം ഒരു കല്യാണ വിരുന്നിൻ്റെ ഉപമ ക്രിസ്തു പങ്കുവച്ചു. ആ വിരുന്നിൽ പെരുവഴിയിൽ പാർക്കുന്നവരുണ്ട്, ദുഷ്ടന്മാരുണ്ട്, നല്ലവരുണ്ട്. വിധിവാചകം ചൊല്ലി ആരെയും ഒഴിവാക്കുന്നതല്ല ക്രിസ്തുവിൻ്റെ പെസഹ വിരുന്ന്. പങ്കിടലിൻ്റെ പരിവർത്തനം പെസഹായിൽ ക്രിസ്തു നടപ്പിൽ വരുത്തുകയാണ്. പെസഹായിൽ ചുങ്കക്കാരും പാപികളും ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് എന്നതാണ് സുവിശേഷം. ബലഹീനർ, മാറാരോഗികൾ, ചിതറിപ്പോയവർ, തളർന്നുപോയവർ, മുറിവേറ്റവർ, അരികുകളിലേക്ക് അവഗണിക്കപ്പെട്ടവർ, കാണാതെ പോയവർ, ന്യൂനപക്ഷക്കാർ, ഒറ്റപ്പെട്ടു പോയവർ, ഭിന്നലിംഗക്കാർ, ട്രാൻസ്ജെൻഡേഴ്സ്, വാർദ്ധക്യ സഹജർ, അങ്ങനെ എല്ലാവർക്കും ഇടമുള്ളതാണ് പെസഹ എന്ന സ്നേഹത്തിൻ്റെ വിപ്ലവം. ഈ പെസഹായിൽ ഇടമുള്ളവരുടെ പട്ടിക വിശാലമാണ്. സ്നേഹത്തിൻ്റെ വിരുന്നുഘോഷങ്ങൾ, ക്രിസ്തു ഒരുക്കിയ വിരുന്നുഘോഷങ്ങൾ വളരെ വിശാലമാണ്. പക്ഷേ എന്നിട്ടും ക്രിസ്തു വേർതിരിവുകൾക്ക് അതീതമായി തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയിട്ടും ഇന്നും എത്രയോ തരങ്ങളിലുള്ള വേർതിരിവുകളാണ് നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. സച്ചിദാനന്ദൻ ഈ ഇടയ്ക്ക് മനോഹരമായൊരു കവിത രചിച്ചു. അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന് നമ്മുടെ നാട് ഒരുമിച്ച് അനുഭവിക്കുന്നു
പോയവരും വന്നവരും നടപ്പിലാക്കിയ ശിക്ഷകൾ. വരൂ, നമുക്ക് വഞ്ചിക്കപ്പെട്ടവരുടെ പാട്ടുകൾ പാടാം. അബലകൾ എന്ന് പരിഹസിക്കപ്പെട്ട സ്ത്രീകളെ, വിതച്ചിട്ടും കൊയ്യാൻ കഴിയാത്ത കർഷകരെ, വിയർത്തിട്ടും പട്ടിണിയിലായ തൊഴിലാളികളെ, ചേറിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ട ദളിതരെ, കാടുപോലും നഷ്ടമായ ആദിവാസികളെ, നാട് നഷ്ടപ്പെട്ട ജനതകളെ, യുദ്ധങ്ങളിൽ കശാപ്പ് ചെയ്തപ്പെട്ടവരെ, നാമാണ് ജനങ്ങൾ. സമയമായി ദേശമില്ലാത്തവരുടെ ഒരു പുതിയ പുറപ്പാടിന്. നാം ഭൂമിയെ അവകാശമാക്കും, മരങ്ങളോടും മൃഗങ്ങളോടും പുഴകളോടുമൊപ്പം. സമയമായി ദേശമില്ലാത്തവരുടെ ഒരു പുതിയ പുറപ്പാടിന്. പെസഹായുടെ ഈ കാലഘട്ടത്തിൻ്റെ പ്രസക്തി എന്ത് എന്ന് ചോദിച്ചാൽ, ഇടവില്ലാത്തവരുടെ, വേർതിരിക്കപ്പെട്ടവരുടെ, അവഗണിക്കപ്പെട്ടവരുടെ ചേർന്ന് നിൽപ്പിൻ്റെ കൂട്ടായ്മയാണ് പെസഹ. ഈ പെസഹ സായാഹ്നത്തിൽ ഒരു ചോദ്യം, ഒരു വെല്ലുവിളി പോലെ നമുക്കുണ്ട്. ഉപസംഹരിക്കട്ടെ. ആർക്കാണ് പെസഹ? ആർക്കാണ് പെസഹ? മത്തായി സുവിശേഷം 26-ാം അധ്യായം 28-ാമത്തെ വാക്യം, മർക്കോസ് സുവിശേഷം 14-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഈ രണ്ട് സുവിശേഷകന്മാരും ഒരേ സ്വരത്തിൽ പറയുന്നു, ആർക്കാണ് പെസഹ? ഇത് അനേകർക്ക് വേണ്ടി. ഇത് അനേകർക്ക് വേണ്ടി. അന്നം കഴിക്കുമ്പോൾ ചുറ്റുമുള്ളവരെ ഓർക്കാനും കൂടി ഉള്ളതാണ് പെസഹ എന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. അപ്പവും വീഞ്ഞും എടുത്ത് വാഴ്ത്തുന്നു. വാഴ്ത്തി കഴിക്കേണ്ടതാണ് തിരുമേശ, വാഴ്ത്തി സ്വീകരിക്കേണ്ടതാണ് തിരുവിരുന്ന്. കാരണം നമ്മുടെ മുന്നിൽ ഒരന്നം, ഒരാഹാരം എത്തുമ്പോൾ ആ അന്നത്തിൻ്റെ പിന്നിൽ എത്രയോ ആളുകളുടെ വിയർപ്പുണ്ട്, അധ്വാനമുണ്ട്. കബീർ ആഹാരത്തിൻ്റെ മുൻപിലിരുന്ന് വിതുമ്പാറുണ്ട്. കൂടെ ഉള്ളവർ ചോദിക്കും, എന്തിനാണ് ഈ ഭക്ഷണത്തിൻ്റെ മുൻപിലിരുന്ന് വിതുമ്പുന്നത്? കബീർ എന്ന ലോകം ശ്രദ്ധിച്ച കവി പറയും, എൻ്റെ മുൻപിൽ ഒരു മണി അരി ലഭിക്കുന്നതിന് വേണ്ടി എത്രയോ പേർ ചതഞ്ഞിറങ്ങിയിട്ടുണ്ട്. എത്രയോ ആളുകൾ എൻ്റെ മുൻപിൽ ഈ ആഹാരം എത്തുന്നതിന് വേണ്ടി അവരുടെ ജീവിതത്തെ നഷ്ടമാക്കിയിട്ടുണ്ട്. കുത്തിമെതിച്ച് അന്നമാക്കിയവർ, വയലിൽ വിത്ത് പാകിയവർ, വലയെറിഞ്ഞ് മീൻ പിടിച്ചവർ, മണ്ണ് കിളച്ച് നട്ടവർ, വെള്ളം ചുമന്നവർ, കാലി വേയിച്ചവർ, അന്നം പാചകം ചെയ്യുന്നവർ, വാഴ്ത്തി കഴിക്കാനുള്ളതാണ് പെസഹ. ഇത് അനേകർക്ക് വേണ്ടി ഇന്നും സജീവമാകുന്ന പെസഹ. ആദരവോടെ തിരുമേശയിൽ നമുക്കണയാം. 3 കാര്യങ്ങളാണ് ഈ പെസഹയുടെ പരിവർത്തന പാഠങ്ങളായി നിങ്ങളോട് പങ്കിട്ടത്. 1, യേശു ചില പതിവുകളെ പരിവർത്തനം ചെയ്യുകയാണ്, ട്രാൻസ്ഫോമിങ് പാറ്റേൺസ് ഓഫ് ലൈഫ്. 2, യേശു തൻ്റെ പദവിയെ പരിവർത്തനം ചെയ്ത് ഘോഷിക്കുകയാണ്, ട്രാൻസ്ഫോമിങ് പൊസിഷൻസ് ഓഫ് ലൈഫ്. 3, യേശുവിൻ്റെ പങ്കിടൽ വ്യത്യസ്തമാണ്, എല്ലാവരെയും സ്വീകരിക്കുന്ന, എല്ലാവർക്കും ഇടമുള്ള, ട്രാൻസ്ഫോമിങ് പ്രൊവിഷൻസ് ഓഫ് ലൈഫ്. അങ്ങനെയെങ്കിൽ ഈ പെസഹായെ നമുക്കിങ്ങനെ വിളിക്കാം, പതിവും പദവിയും പങ്കിടലും പരിവർത്തനം ചെയ്തുകൊണ്ട് യേശു നടത്തുന്നതാണ് പെസഹ പ്രയാണം. പതിവും പദവിയും പങ്കിടലും പരിവർത്തനം ചെയ്തുകൊണ്ട് യേശു നടത്തുന്നതാണ് പെസഹായുടെ പ്രയാണം. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. ആമേൻ.